വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു ലഞ്ച് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അൽഫാം കഴിക്കാനായിട്ട് കാർത്തിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ കാർത്തിക് വേഗം പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് നമുക്ക് അൽഫാമും അതുപോലെ തന്നെ നമുക്ക് സ്മാഷ്ഡ് പൊട്ടറ്റോയും ഉണ്ടാക്കി കഴിക്കാമെന്നാണ് ഞങ്ങളൊരു പ്ലാൻ എന്ന് പറയുന്നത്. സ്മാഷ്ഡ് പൊട്ടറ്റോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അൽഫാം എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓവനിലാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഉണ്ടാക്കാം. അപ്പോൾ കാർത്തി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഈ അൽഫാമിൻ്റെ ആ ഒരു ഷേപ്പുള്ള ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അൽഫാം ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏകദേശം കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ, എന്നാലാണ് സംഭവം റെഡി ആവുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് വിശക്കാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയായി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ക്ലീനാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ കുറച്ച് പാത്രങ്ങൾ ഇവിടെ കഴുകാനുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ചിക്കൻ്റെ സ്കിന്നൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ചിക്കൻ്റെ പീസിൽ ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട കുറച്ച് മസാല കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഏകദേശം അതിൽ പറഞ്ഞേക്കുന്ന നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേർക്കെങ്കിലാണെങ്കിലും അത് മോട്ടിവേറ്റ് ആയി എന്ന് എനിക്ക് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് 60 ദിവസം മാക്സിമം ഷുഗർ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ 60 ദിവസം കണ്ടിന്യൂസ് ഇടയ്ക്കൊക്കെ എനിക്കും ഈ പറഞ്ഞ പോലെ ഷുഗർ ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഐസ്ക്രീം അതുപോലെ ചോക്ലേറ്റ് പിന്നെ ജങ്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഭയങ്കര ക്രേവിങ്സ് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുമുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം ഞാൻ ആ ഒരു 60 ദിവസം ചലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ 60 ദിവസം കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അൽഫാമൊക്കെ കഴിക്കാൻ തോന്നിയാൽ എന്ത് സുഖമല്ലേ. കടയിൽ പോവുക, അൽഫാം വാങ്ങിച്ച് കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ച് കഴിക്കാമല്ലോ. ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി വേണം കഴിക്കാനായിട്ട്. ലച്ചൂട്ടി നമ്മുടെ ഗ്രിൽ ചിക്കന് വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയാണ്. അൽഫാമായിരുന്നോ? എല്ലാം സെയിം എല്ലാം പോലെ. അൽഫാം ഗ്രില്ലും നമ്മൾ എന്താ വ്യത്യാസം? ശരിയല്ലോ അല്ലേ? നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. നമ്മൾ ഗ്രിൽ ചിക്കൻ കഴിക്കാനും അൽഫാം ഗ്രില്ലെന്ന് വാങ്ങിക്കുമ്പോൾ മറ്റേ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ടാകും. ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട് അൽഫാം മറ്റേ എനിക്ക് തോന്നി നമ്മൾ 2 ദിവസമായിട്ട് അൽഫാം കഴിക്കണമെന്നാണ്. അവള് ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തെന്നറിയോ, മറ്റേ സ്കിന്നിന്റെ ഇത് കളയാൻ വേണ്ടിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ കയ്യിൽ വെച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ സ്കിന്ന് പാടില്ല, തിന്നി പോവില്ല. എടുത്തിട്ട് മനസ്സിലായോ? അപ്പൊ ഈ ഗ്രിൽ ചിക്കന് വേണ്ടി അവള് ഇത്ര നേരമായിട്ട് ഇത്രയാണോ ചെയ്തിട്ടുള്ളൂ എന്നാണോ? അത്ര ചെയ്തില്ലേ? എന്ത്? അത് ഞാൻ കഴിപ്പിന് പാത്രം കഴുകാനുണ്ടായിരുന്നു. പാത്രം കഴുകി വെച്ചു. വരയിടണ്ടേ? വരയിട്ടുണ്ട്. എന്തത്ര സ്ലോ ആയിട്ട് ചെയ്യണേ? ഞാൻ ചെയ്യട്ടെ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാനോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ആദ്യം ഒരു ലെയർ പിടിപ്പിക്കണം. അത് അരമണിക്കൂർ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യണ്ടേ? എന്നിട്ട് അതിന് മറ്റേ മസാലകൾ വീണ്ടും ഉണ്ടാക്കണം. എന്നിട്ട് വീണ്ടും അതും കൂടി പറ്റിയിട്ട് വീണ്ടും 1 മണിക്കൂർ വെക്കണം. ഇത്രയും നേരം ഗെയിം കളിച്ചോണ്ടിരുന്നിട്ട് ഗോഡ് ഓഫ് വാർ റഗ്നോർക്ക് കളിച്ചോണ്ടിരിക്കുന്നു. കഴിയാറായി. കൊള്ളൂല.
കുളം നമ്മളിപ്പോ ആദ്യത്തെ ഒരു മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉള്ള പരിപാടിയാണ്. 2 തവണ മാരിനേറ്റ് ചെയ്യണം. സംഭവം ചെയ്തിട്ട് 30 മിനിറ്റ് വെക്കണം, വീണ്ടും സംഭവം ചെയ്തിട്ട് 30 മിനിറ്റ് വെക്കണം, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അല്ലേ, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ യോഗേർട്ടാണ്. ഓരോ എടുക്കാം, കിലോയുള്ളൂ, 2.5 എടുക്കാം. 2.5 ടേബിൾ സ്പൂൺ യോഗേർട്ട് ഇട്ടു. പിന്നെ ഒരു അര ലെമൺ. പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ കേട്ടോ. ഒരു ടീസ്പൂൺ അപ്പോൾ നമുക്ക് ഇത്ര ഇടാം. എന്നിട്ട് ഈ സംഭവം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വിചാരിക്കാറുണ്ട് മുളക് പൊടി ഒക്കെ ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ കണ്ട റെസിപ്പിയിൽ പെപ്പർ ചിക്കൻ അല്ല, നമ്മൾ വേറെ മസാലയിൽ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സംഭവം അലമ്പായാലും ചൂട്ടി. നമ്മൾ ആദ്യം അലമ്പാക്കിയത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഗോതമ്പ് ദോശ കണ്ടു. എനിക്ക് തോന്നി ആ കാര്യം എനിക്ക് പറയാൻ പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അലമ്പാക്കിയത് നാട്ടിൽ. അതെന്തായിരുന്നു അറിയോ? അത് ആദ്യത്തെ ദോശ നമ്മൾ ആ കല്ലിൽ ചൂടാവുമ്പോ അങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇവള് ജർമ്മനിയിൽ വന്നിട്ട് എനിക്കൊരു മോരുകറി ഉണ്ടാക്കി തന്നു. അത് ഇവള് തൈര് ഒഴിച്ചിട്ട് അങ്ങോട്ട് തിളപ്പിച്ചു അങ്ങോട്ട്. എടാ ഞാൻ പറയട്ടെ, പിന്നെ ഇതേപോലെ എനിക്കൊരു അൽഫാം ഉണ്ടാക്കിയായിരുന്നു, ഓർക്കുണ്ടോ? നമ്മളൊരു ഗ്രിൽ ചിക്കൻ ടെമ്പിൾ ഓഫിൽ ആദ്യമായിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി രാത്രി ഇവിടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എടുത്തു. പച്ച ചിക്കൻ കഴിക്കേണ്ടി വന്നു. അപ്പം അതുകൊണ്ട് നീ എന്നോട് പറയിപ്പിക്കരുത്, ഓക്കെ? പക്ഷെ ചില സാധനങ്ങളൊക്കെ നൈസാട്ടോ വെച്ചിട്ടുണ്ടാക്കണേ. ചില സാധനങ്ങളൊക്കെ ആ കേട്ടോ. ഞാൻ ഇതിലേക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇതാണ് ഫുള്ളായിട്ട് ഇതെങ്ങനെ ഗ്രില്ലിലാണോ വെക്കണേ അതോ നമ്മൾ വാങ്ങിച്ചില്ല ഒരു മറ്റേ ട്രേ വാങ്ങിച്ചില്ലേ ഓയിൽ വെക്കാൻ, അതില് ബട്ടർ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കാം. നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിൽ ബട്ടർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെയാണോ അവരും കാണിച്ചത്? അവര് ഒരു മറ്റേ ഇതിലാ വെച്ചേക്കണ, ചില്ലിന്റെ പാത്രമില്ലേ, അത് 2 സെയിം ആണ്. അതില് വെച്ച. എന്നിട്ട് അവര് എന്ത് ചെയ്യുന്നറിയോ, ഓവനിൽ വെച്ചതിന് ശേഷം ഈ കളറായിരിക്കുമോ? അല്ല, രണ്ടാമത്തെ മസാല ചേർക്കൂലോ. പിന്നെ അതില് മുളക് പൊടി ഇല്ലേ? അതില് വറ്റൽമുളക് ആ ചൂട്ടിലിട്ട് നമുക്ക് ഇതൊരു 30 മിനിറ്റ് വെക്കാം. അപ്പൊ കഴിച്ച് അടുത്ത മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 വറ്റൽമുളകും നമ്മുടെ പെരുംജീരകവും ചെറിയ ജീരകവും ഇത് ഗ്രാമ്പു സിനമണും പിന്നെ അയ്യോ നെല്ലിക്കയോ ഏലക്ക പേര് വന്നേ ഗൈസ്, പേര് മറന്നുപോയി. അപ്പൊ ഈ ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ ഭയങ്കര ചൂടാക്കി എടുക്കണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇടാം. പിന്നെ മല്ലിയും കൂടി ഉണ്ടായിരുന്നു. മല്ലി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് മല്ലിപ്പൊടി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കണ്ടോളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. നമുക്ക് മല്ലി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ മല്ലിപ്പൊടി പുകയും എല്ലാം കൂടി കരിയാൻ സാധ്യതയുണ്ട്. ചൂട് തന്നെ ചെയ്താൽ മതി. അതെയോ? ചൂട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അധികം അല്ലേ സെറ്റാക്കിയിട്ടുണ്ട്. ചൂടായോ?
ഉണ്ടോ? ഓക്കെ. നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആക്കിയ സെയിം ചാറാണ് കേട്ടോ. ഞാൻ പിന്നെ കഴുകാനൊന്നുമില്ല, എന്തായാലും ഒരു കുറച്ച് മടിയാ. നമുക്ക് എങ്ങനെ ആയിട്ടുണ്ട് നോക്കാം. പേസ്റ്റ് ആയോ എന്ന് നോക്കണം. സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത മസാല. അടുത്ത ആയിട്ടുള്ള മസാല. നല്ല കളർ. നമ്മുടെ സ്മാഷ് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം റെഡി ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് നമ്മുടെ പൊട്ടറ്റോ നമുക്ക് തൊലി കളഞ്ഞിട്ട് ക്യൂബ്സ് ആയിട്ട് ഇടാം. കാരണം അല്ലെങ്കിൽ ഉടയ്ക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പോൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിടായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇടാണെങ്കിൽ നമുക്ക് സ്മാഷ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം അത് സെറ്റ് ചെയ്യാം. ക്യൂബായിട്ട് ഞാൻ തൊലി കളയാൻ പാടായിരിക്കും. അല്ല, തൊലി കളഞ്ഞിട്ട് ക്യൂബ്സ് ആക്കാണ്. ഞാൻ പറയണില്ല, നീ രണ്ടായിട്ട് മുറിച്ചിട്ട് വേവിക്കാൻ എടുത്തിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മാഷ് ആക്കി തരും. രണ്ടാക്കി കട്ട് ചെയ്താൽ മതിയോ? നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. പൊട്ടറ്റോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 8-10 മിനിറ്റ് നമുക്ക് പൊട്ടറ്റോ നന്നായിട്ട് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് നമ്മൾ റെഡി ആക്കിയ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഈ ഒരു പേസ്റ്റ് നമുക്ക് അതും ഇതിനോട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 30 മിനിറ്റ് വീണ്ടും വയ്ക്കാം. വറ്റൽമുളകൊക്കെ ഉള്ളതുകൊണ്ട് കൈ എരിയും. നല്ല മണം കൊണ്ട് കിട്ടും. മറ്റേ ഇതിൻ്റെ എന്താണെന്നറിയോ, നമ്മുടെ സ്പൈസസ് ഇല്ലേ, മതിയില്ലേ? ഓക്കെ. നമുക്ക് ഇതും ഒരു 30 മിനിറ്റിലേക്ക് നമുക്കൊന്ന് അടച്ചു ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ? ഒന്ന് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് വെച്ചത്. അപ്പൊ നമുക്ക് ഇനി ഓവനിൽ കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടൈമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഒരു ട്രേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ ബേക്കിംഗ് പേപ്പർ വെച്ചു ആദ്യം. പിന്നെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിലും ബട്ടറാണ് അവർ യൂസ് ചെയ്തത്. വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ താഴത്തെ ഇതിലേക്ക് ആവില്ലല്ലോ. മറ്റേതാവുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. 250 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് വയ്ക്കാം കേട്ടോ. എത്ര മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം? ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വയ്ക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ചിക്കൻ വച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ തിരിച്ചു തരണം. രണ്ട് സൈഡും കുക്കാവാൻ വേണ്ടിയിട്ടേ. നമുക്ക് ഫസ്റ്റത്തെ ചിക്കൻ നമുക്ക് വയ്ക്കാം കേട്ടോ. വിളിച്ചില്ല അല്ലേ? ചിക്കൻ വെച്ചു. കുറച്ച് കൊടുക്കാനൊക്കെ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മളിത് മസാലയൊക്കെ പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓവനിലേക്ക് ഇടാം. ഇപ്പോൾ ഗായ്സ്, നമ്മൾ ഈ പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ ഗായ്സ്, ഞാൻ ആദ്യം നമ്മുടെ പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഞാൻ കുറച്ച് പാലും നമ്മുടെ ബട്ടറും ഇല്ലേ ഒന്ന് ഉരുക്കിയിട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്താവും എന്തോ അതിന് മുന്നോട്ട് സൂക്ഷിച്ച് നമുക്ക് തിരിച്ചിടാം ഗായ്സ്. അത് കാര്യം നല്ലത് അങ്ങനെ കേട്ടോ. എന്നിട്ട് തിരിച്ചിടുമ്പോഴേ ഗായ്സ് നമ്മൾ ഒന്നുകൂടി വയ്ക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചിക്കൻ ഒന്നുകൂടി മറിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ആ ബട്ടർ പോയത് കൊണ്ട്. പിന്നെ അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം ഏകദേശം സെറ്റാണ്. ഇതാണ് ഇപ്പോൾ സെറ്റ് ആയിരിക്കുന്ന സാധനം അൽഫാം. എനിക്കത് ഇഷ്ടമല്ലേ, അവർക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലേറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ സാധനം വയ്ക്കാം, എന്നിട്ട് ചിക്കൻ വയ്ക്കാം. ഇത് നമ്മുടെ സ്മാഷ്ഡ് നമുക്ക് ഫസ്റ്റ് ഇടാം, എന്നിട്ട് ചിക്കൻ ഇടാം. കുറച്ചുകൂടി ഇത് എൻ്റെ പ്ലേറ്റ്. സോസും മയോണൈസും വയ്ക്കാം നമുക്ക്. ഒന്നും ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് ഏതെങ്കിലും എന്താ ഈ പീസ് നീ എടുക്കാൻ, ഈ 2 പീസ് ഞാൻ എടുക്കും. ആക്രാന്തകുമാരി കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ, തിന്നില്ല. പിന്നെ സാധനങ്ങളുണ്ടായിരുന്നില്ല, സോസുകൾ മാംഗോ സോസ്, മാംഗോ കറി സോസ്. കുറച്ച് സ്മാഷ്ഡ് പൊട്ടൽ, നല്ലതാണോ? അൽഫാമിന്റെ ടേസ്റ്റ് ഉണ്ടോ? അൽഫാമിന്റെ ടേസ്റ്റ് അല്ല, പക്ഷെ വേറൊരു ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റ്, നല്ലൊരു ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഫുഡ് സെറ്റായി. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമ്മൾ രണ്ടുപേരും വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.